ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും കുബൂസ് എന്താണെന്നുള്ളതൊക്കെ. എന്തായാലും നമ്മുടെ ഈ ഒരു കുബൂസ് നമുക്ക് നമ്മുടെ ഷവർമ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഷവർമയുടെ ഫില്ലിംഗ് റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൊട്ടി ആയിട്ടാണ് കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ കുബൂസ് കഴിക്കുന്ന പോലെ തന്നെ കറിയൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നതിന് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലൻ റൊട്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ നിന്നും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണിത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ നിങ്ങൾ കുറേ ടൈം ഒരു 8 മണിക്കൂറൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാൻ ടൈമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തികച്ചില്ല, നല്ല ചൂടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം ഷുഗർ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ഷുഗർ കൂടെ ചേർക്കുമ്പം ആ ഒരു ഈസ്റ്റ് പെട്ടെന്ന് അങ്ങ് ഒന്ന് ഫെർമെൻ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ കൂടെ ചേർക്കുന്നത്. ഇനിയിപ്പം പാല് കയ്യിലില്ലാത്തവരോ അതല്ലെങ്കിൽ പാല് താല്പര്യമില്ലാത്തവർക്കോ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കുഴച്ചെടുക്കാം. പക്ഷെ പാലിൽ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതെന്തായാലും നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഈസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഒന്ന് പൊങ്ങി വരും. എന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നടുവിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്, അതായത് മൈദ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു ഉപ്പ് എല്ലാ വശത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഫ്ലേവറുള്ള ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒലീവ് ഓയിൽ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെയും ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് കുറേശ്ശെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ചേർക്കരുത്, കാരണം നമുക്ക് ഏതൊരു പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം. എന്താ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സമയത്ത് വീണ്ടും ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ, അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ റൊട്ടി നമ്മൾ ചുട്ടെടുക്കുമ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഒത്തിരി നേരം അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. എന്നതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ ഓയിലൊക്കെ തടവി നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മളിതൊരു 5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും. ഇനിയിപ്പം ടൈമൊക്കെ ഉള്ളവർ വേണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വെച്ചിരുന്നാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊരു 5 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു 5 മണിക്കൂറിന് ശേഷം നമ്മൾ ഡോ അതവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒത്തിരി കുഴച്ചെടുക്കൊന്നും വേണ്ട, അതായത് നമ്മൾ ആദ്യം കുഴച്ചെടുത്ത് അത്രയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതിലെ ആ ഒരു എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് മാത്രം ഒന്ന് കുഴച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മളെ ഒരു റൊട്ടി, അതായത് കുബൂസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു പലകയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പം ഒരുപാട് ചെറുത്, അതായത് ഇപ്പോൾ നമ്മൾ പത്തിരി അതല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും ചെറുതാക്കരുത്. കുറച്ച് കട്ടിക്ക് വേണം. ഈ ഒരു സൈസിലാണ് നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഡോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു 9 ബോൾസ് വരെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 9 ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ തുറന്ന് വെക്കരുത്, ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മളെ ബോൾസ് കുറച്ചും കൂടെ ഒന്ന് സൈസായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി കട്ടിയില്ലാതെ തിന്നായിട്ട് പരത്തിയിട്ട് എടുക്കരുത്. ഒരു ഇത്തിരി കട്ടി വേണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടി വേണം.
എന്നാൽ ഒത്തിരി അങ്ങോട്ട് ഭയങ്കര കട്ടിയായി പോവുകയും ചെയ്തു. ഈ ഒരു തിക്നെസ് വേണം, എങ്കിലും നമ്മൾ കുബൂസ് നന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ആ പൊങ്ങി വരുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതുപോലെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഞാനിത് എല്ലാം കൂടെ പരത്തിയെടുത്തതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് പരത്തിയെടുത്ത് അങ്ങനെ ചുട്ടെടുത്താലും കുഴപ്പമില്ല. എല്ലാം കൂടെ പരത്തി വെക്കുന്നവർ ആ പരത്തി വെക്കുന്നത് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് വേണം അടുത്ത് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചട്ടിയുടെ ചൂട് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഒരു വശം പെട്ടെന്ന് ബ്രൗൺ ആയിട്ടൊക്കെ പോകും. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കുബൂസ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വരാറില്ലേ, അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാ വശത്തും വന്നതിന് ശേഷം ഫ്ലിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തീ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ, എല്ലാ വശത്തും ആ ഒരു കുഞ്ഞു ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒട്ടും തന്നെ ബ്രൗൺ കളർ വന്നിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ വേണം നമ്മളിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അതല്ലെങ്കിൽ ഒരു വശം പെട്ടെന്ന് കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉൾവശം വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനാശം ഒരു തുണി വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തവ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. ചിലത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രസ് ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത് താനങ്ങ് പൊങ്ങി വരും. ഇതിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശവും പൊങ്ങി വന്നിട്ട് നന്നായിട്ട് അതിനകത്തേക്ക് ആവി കയറിയിട്ട് എല്ലാ വശവും ഒരുപോലെ കുക്കായിട്ട് കിട്ടും. ഇതാ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബാക്കി എല്ലാ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ പൊങ്ങി വന്നാൽ നമ്മളെ ഡോൻ്റെ ആ ഒരു ടെക്സ്ചറും എല്ലാം കറക്റ്റായാൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം, പക്ഷെ നല്ല പോലെ ഒന്നും പൊങ്ങി വരില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് സമയമൊക്കെ വെച്ചിരുന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നാൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കുറച്ച് അധികം നേരം തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കണ്ടല്ലോ, നന്നായിട്ട് തന്നെ അതിനകത്തേക്ക് സ്റ്റീം കയറി കുക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസ് നമ്മുടെ ഷവർമക്കും അതല്ലെങ്കിൽ മറ്റ് റോളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൊട്ടിയാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടെക്സ്ചറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറച്ചധികം നേരം തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ മാത്രമല്ല നമ്മളിതിങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തുറന്ന് വെച്ചതാണ്. നമ്മൾ ഒരു തുണി വെച്ചിട്ട്, ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് അതിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടോടെ ഇരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും റോൾ ചെയ്യാനാണെങ്കിലും ഒക്കെ ആ ചൂടോട് കൂടിയിട്ട് റോൾ ചെയ്യുമ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ നല്ല സോഫ്റ്റാണ്. പിന്നെ ഉള്ളിലേക്ക് ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും. നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം ഒരു പോക്കറ്റ് പോലെ തന്നെ കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്തിട്ടും റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.